നിങ്ങളൊരു പ്രവാസിയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രവാസികളായിട്ടുള്ള എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പം ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഷെയറിംഗ് അക്കോമഡേഷൻ അഥവാ ബെഡ് സ്പേസ് അതുപോലെ തന്നെ സിംഗിൾ സ്റ്റുഡിയോ റൂമുകളൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യൂട്ടിലിറ്റി ബില്ലുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂമുകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രവാസികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണമാണ്. ആ പുറത്തുനിന്നുള്ള ഭക്ഷണം നല്ല രീതിക്ക് കുറച്ചതിന് ശേഷം നമ്മൾ റൂമിൽ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു റൂമിൽ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു വീക്കിലേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ലിസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ് തലാൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. തലാൽ മാർക്കറ്റിൽ ഓരോ ദിവസവും നല്ല വിലക്കുറവാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്നത്. അത് മാത്രമല്ല ഓരോ വീക്കെൻഡിലും പ്രത്യേകം ഓഫറുകളും ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഈ ഒരു വീക്കെൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫറാണ് മണി സേവർ എന്ന് പറയുന്ന ഈ ഒരു ഓഫർ. അത് 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ആ ഒരു ഓഫർ നിലവിലുള്ളത്. ദലാൽ മാർക്കറ്റിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഒരു ഓഫർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഓഫർ മിസ് ചെയ്യാതെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ വാങ്ങി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രവാസിയായ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കാം.